നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഹൃദയത്തെ മനോഹരമായി സൂക്ഷിക്കുന്നത് കാണാം. വേദനകൾ ഏൽക്കാതെ സൂക്ഷിക്കുന്നതായി കാണാവുന്നതാണ്. സത്യമായ സ്നേഹത്തിൽ മറിഞ്ഞിരിക്കുന്ന ചില നഗ്ന സത്യങ്ങൾ, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സത്യമായ സ്നേഹം ഹൃദയത്തിലുള്ളവർ എല്ലാ ദിവസവും നിങ്ങളോട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും അവർ നിങ്ങളോട് കണക്ട് ചെയ്തിരിക്കും ഏതെങ്കിലും വിധത്തിൽ. അതൊരു ഫോൺ വിളിയാകാം, ഒരു മെസ്സേജ് ആകാം, സംസാരിക്കണമെന്നില്ല. ഒരു മെസ്സേജ് വെറുതെ അയക്കുകയായിരിക്കാം, ഒരു ഗുഡ് മോർണിംഗ് അയക്കുകയായിരിക്കാം, ഒരു ഗുഡ് നൈറ്റ് അയക്കുകയായിരിക്കാം. ഏതെങ്കിലും വിധത്തിൽ അവരെക്കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് സത്യമായ സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും കൂടുമ്പോൾ ഒന്ന് വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യും. ഇത് സത്യമായ സ്നേഹം ഹൃദയത്തിലുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അല്ലാത്തവർ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ പോയാലും ഒരനക്കം ഉണ്ടാവില്ല. ഇവരെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സത്യമായ സ്നേഹം ഹൃദയത്തിൽ നിങ്ങളോടുള്ളവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഓർക്കണം, മറക്കരുത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന അവസ്ഥ. ഇത് സ്നേഹമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ഇങ്ങനെയൊന്നും ചെയ്യാത്തവരെ നിങ്ങൾ സത്യമായ സ്നേഹമുള്ളവരായി കാണണ്ട. അവർ നിങ്ങളിൽ നിന്നും വളരെ അകലെയാണ്. അതായത് ഹൃദയം കൊണ്ട് അവർ നിങ്ങളിൽ നിന്നും വളരെ അകലെയാണെന്നർത്ഥം. അവരുടെ സ്നേഹം മെല്ലെ കുറഞ്ഞില്ലാതായി ഭാവിയിൽ അവർ നിങ്ങളെ വിട്ടുപോയിരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിരിക്കണം. സത്യമായ സ്നേഹം നിങ്ങളോടുള്ളവർ അവർ ഒരുപാട് പരിഭവങ്ങൾ നിങ്ങളോട് പറയും. അത് നിങ്ങൾ സ്വന്തമാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സത്യമായ സ്നേഹമില്ലാത്തവർക്ക് ഇങ്ങനെയൊന്നും സാധിക്കത്തില്ല. അവർ പകുതി കാര്യങ്ങൾ മറച്ചു വെച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഇത് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ വരെ പറഞ്ഞെന്ന് വരികയില്ല. സത്യമായ സ്നേഹം നിങ്ങളോടുള്ളവർക്ക് എത്ര ദേഷ്യം വന്നാലും എന്തൊക്കെയാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കില്ല. അവർ നിങ്ങളുടെ ഹൃദയത്തെ അവർ വേദനിപ്പിക്കില്ല. അവർ കൂടെ നിന്ന് നിങ്ങളുടെ ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കും. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് ഹൃദയത്തിൽ സത്യമായ സ്നേഹമുള്ളവരുടെ അവസ്ഥയാണ്. സത്യമായ സ്നേഹമുള്ളവർ നിങ്ങളോട് പിണങ്ങില്ല. ഇനി എന്തെങ്കിലും രീതിയിലൊന്നും മാറിയിരുന്നാൽ വരെ നിങ്ങളുടെ സങ്കടങ്ങളിൽ അവർ ആശ്വസിപ്പിക്കാൻ വരും. ഇടയ്ക്ക് നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അകലെയാണെങ്കിൽ പല പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കും. അതവരുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ മനസ്സ് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഹൃദയത്തിൽ സ്നേഹമില്ലാത്തവർ, അഭിനയ സ്നേഹമായിട്ട് നടക്കുന്നവർ, കാര്യം കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി നടക്കുന്നവർ, അവരുടെ ആശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ അവർ പോവും. പിന്നെ ഈ വ്യക്തിയിലേക്ക് വരത്തില്ല. കാരണം അവിടെ ഒട്ടും സ്നേഹമില്ല. അവർ ചെയ്യുന്നതിന് അവർക്ക് റിട്ടേൺ വരും. അവർ മറ്റൊരു വ്യക്തിയെ കണക്ട് ചെയ്താലും ആ വ്യക്തിയിൽ നിന്ന് അത് തന്നെയാണ് ലഭിക്കുന്നത്. ശരിയായ സ്നേഹം ഒരിക്കലും ലഭിക്കത്തില്ല. നിങ്ങൾക്ക് ശരിയായ സ്നേഹം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ അങ്ങോട്ട് സ്നേഹിക്കാൻ ആദ്യം പഠിച്ചിരിക്കുക. മറ്റുള്ളവരെ പരിഗണിക്കാൻ, സ്നേഹിക്കാൻ, അവരുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുവാൻ, ആശ്വസിപ്പിക്കാനൊക്കെ പഠിച്ചിരുന്നാൽ അത് തന്നെ നിങ്ങൾക്ക് ഫലമായി ലഭിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കിയിരിക്കണം. ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സ്നേഹിക്കാൻ നിന്നാൽ മതി. ചിലപ്പോൾ അവരിൽ നിന്ന് ഡിസ്റ്റർബ് സംഭവിക്കും. അത് സ്നേഹത്തിൻ്റെ അവസ്ഥയാണെന്ന് കണ്ട് മനസ്സിലാക്കി കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം സ്നേഹിക്കുക, അല്ലെങ്കിൽ മാറ്റിക്കളയുക. പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ നടക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ആരിൽ നിന്നും ഒരു സ്നേഹവും ലഭിക്കത്തില്ല. മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന എന്തോ അത് തന്നെ ലഭിക്കും. അവരെ ഒഴിവാക്കി വിടുമ്പോൾ നിങ്ങളെയും മറ്റുള്ളവർ ഒഴിവാക്കി വിടും. വിജയിക്കാൻ പോകുന്നില്ല. ഇതാണ് ഇന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടുവരുന്നൊരു കാര്യം. ഇത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളവർ അവരുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ, അതായത് ഈ തിരയടിച്ച് കയറുന്നത് പോലെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ അവർ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൂടുതലായി ഇറങ്ങി വരും. അതായത് കൂടുതൽ അടുത്ത് വരുന്നതായി കാണാം. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ശല്യമായി തോന്നും. പക്ഷേ എന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് വരുന്നതെന്ന്. അല്ലെങ്കിൽ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ പുറകെ നടക്കലാണോ അവരുടെ പണി? അങ്ങനെ നിങ്ങളിലേക്ക് ഒരുപാട് അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവരാണ് ചങ്കുകൾ, ഒരുപാട് സ്നേഹിക്കുന്നവർ. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഇവർ. നിങ്ങളുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ. നിങ്ങളുടെ ഹൃദയം അവർ സൂക്ഷിക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന, ആശ്വസിപ്പിക്കുന്ന എന്തോ ഒരു സന്തോഷം, നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളോട് ചെയ്യുന്ന ആ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ളവരെ തിരിച്ച് സ്നേഹിക്കാൻ പഠിച്ചിരിക്കുക. ഇതൊക്കെയാണ് സത്യമായ സ്നേഹത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ചില നഗ്ന സത്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.